തുനിസാ ഇന്നലെ ഇന്ത്യൻ വുമൺസ് ടീം ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പ് അടിച്ചപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വിഷമം തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഇവർ ഇത്രയും ചെയ്തിട്ട് ഒരു 80% ആൺകുട്ടികളും ഇതിനെ പിന്തുണച്ച് സ്റ്റാറ്റസും കാര്യം കേട്ടപ്പോൾ ഒരാളത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ പോലും ഇതിൽ വിജയിച്ചു എന്നോ ഇവരെ പുകയത്തിയിട്ടോ ഒരു സ്റ്റാറ്റസ് പോലും ഞാൻ ഈ ടൈം വരെ ഞാൻ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആൺകുട്ടികൾ ഒരു പ്രത്യേകത, ഞങ്ങൾ അർഹത ഉള്ളവർക്ക് ഞങ്ങൾ അംഗീകാരം കൊടുക്കും. ഇവിടെ കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയ തുറന്നു വെച്ചാൽ ഞങ്ങൾക്ക് സമത്വം വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാരിക്കോരിത്തരാനൊന്നും പറ്റില്ല. ഇതേപോലെ ചെയ്ത് കാണിക്കും. കേരളത്തിലുള്ള പെൺകുട്ടികൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളിവിടെ ഇങ്ങനെ വന്നുകാണ്ട് ഒരു ക്യാമറ റീൽസ് ഓൺ ആക്കി വെച്ചുകൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വേണം എങ്ങനെ വേണമെന്നല്ല. മിനിമം നിങ്ങളത് ഈ പെട്ടവലയിലൊന്ന് സപ്പോർട്ട് ചെയ്ത് കണ്ട് അതിന് പഠിക്കാതെ നിങ്ങളെ സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് നോക്കി എത്ര ആൾക്കാർ ഇത് വെച്ചുകൊണ്ട് എത്ര ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടൊന്നും ഒരിക്കലും. ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെ, ഞങ്ങൾ അർഹത ഉള്ളവർക്ക് ആണായാലും പെണ്ണായാലും ഏത് രീതിപ്പെട്ടായാലും അർഹത ഉള്ളവർക്ക് ഞങ്ങൾ അംഗീകാരം കൊടുക്കും. അല്ലാത്തതിൽ വെറുതെ ചോദിച്ചു വാങ്ങല്ല. നിങ്ങൾക്ക് സമത്വം കാര്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തിപ്പോൾ ഫുട്ബോൾ ടീമാണെന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ 4-5 കളിക്കാർ കേരളക്കാരാണ്, നമ്മളെ മലയാളികളാണ്. ക്രിക്കറ്റ് ടീമിലുണ്ടോ? അപ്പോൾ അതുപോലെ ഞങ്ങളെക്കൊണ്ട് കൈയൊന്ന് തെളിയിച്ച് കാണിക്കും. അല്ലെങ്കിൽ കാണിക്കാൻ പറ്റാത്ത പോലെ ഇവരെ സപ്പോർട്ടേലും ചെയ്യും. ഭയങ്കര സങ്കടം. കാരണം ഒരു 80-90% ആൺകുട്ടികളും അതിന് സപ്പോർട്ട് ചെയ്ത് കണ്ട് വീഡിയോസും കാര്യമൊക്കെ ഇട്ടപ്പോൾ ഒരാൾ പോലും എൻ്റെ സ്റ്റാറ്റസിന് ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ കുരക്കരുത്, ഞങ്ങൾക്ക് അങ്ങനെ വേണം എങ്ങനെ വേണം എന്നുള്ളത്. തൊള്ളതുകൊണ്ട് ബിരിയാണി വെക്കാൻ എല്ലാവർക്കും വയ്ക്കും. ബിരിയാണി ബക്കി എന്നിട്ട് വെച്ചുകാണ്ട് കാണിച്ചു തരും കേട്ടോ. ഓക്കെ.